ചേട്ടാ നമസ്തേ, വെൽക്കം ബാക്ക്. നമസ്കാരം. ഒരു ചെറിയൊരു പെക്യുലർ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ചേട്ടാ. ഞാൻ കണ്ടിട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ യോഗികളും എക്സെപ്റ്റ് മഹാവതാർ ബാബാജിയുടെ പിക്ചർ, അതൊരു എക്സെപ്ഷനാണ്. എന്നിരുന്നാലും മിക്ക യോഗികളും, അതിപ്പോൾ അഗസ്ത്യമുനി ആയാലും ആരായാലും, അവർക്ക് കുറച്ച് കുടവയർ നമ്മൾ കണ്ടുവരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മളുടെ ആ ഒരു ഏതൊരു ക്രിയ എടുത്തു കഴിഞ്ഞാലും അത് നമ്മൾ ഒരു 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 കുംഭകം നാഭി ബേസ്ഡ് ക്രിയകളായിരിക്കും ചെയ്യുന്നത്. അത് അങ്ങനെയുള്ള ഒരു കണ്ടിന്യൂസ് ആപ്ലിക്കേഷൻ്റെ ഒരു എഫക്റ്റ് ആണോ ഈ കുടവയർ, യോഗികളിൽ ഉള്ള ഈ കുടവയർ, അതോ വേറെ എന്തെങ്കിലും ആണോ, അതോ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ആ ഒരു ജീനിൻ്റെ ഇതാണോ? ചേട്ടൻ അതൊന്ന് വ്യക്തമാക്കി തരാം. അതായത് മനുഷ്യന്റെ സകല നാഡികളും കേന്ദ്രീകരിച്ചിരിക്കുന്നത് നാഭിക്ക് ചുറ്റുമാണ്. അല്ലെ, നാഭിയാണ് നമ്മളുടെ എക്സിസ്റ്റൻസിന്റെ കേന്ദ്രം, പ്രൈമറി കേന്ദ്രം. ഇത് സെക്കൻഡറി ആണ്. ഇപ്പൊ നമ്മളൊരു അമ്മയുടെ ഉദരത്തിൽ നമ്മൾ രൂപപ്പെടുന്ന സമയത്ത് നോക്കൂ, ആ ഭ്രൂണത്തിലേക്ക് ഈ ലോകവുമായിട്ട് കണക്ട് ചെയ്തിരുന്ന ഒരേ ഒരു സംഭവം പൊക്കിൾക്കൊടിയാണ്. ആ ഭ്രൂണത്തിന് ആവശ്യമായ ആഹാരം, ജലം, പ്രാണവായു, പോഷകങ്ങൾ ഇതെല്ലാം എത്തിയിരുന്നത് നാഭിയിലൂടെയാണ്. അപ്പോ എല്ലാ സെൻസറി നെർവ്സും, എല്ലാ നെർവും, എല്ലാ നാഡികളും ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുക. അപ്പോ പ്രാണൻ പോലും ഇതിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ഓക്സിജൻ. അമ്മയുടെ വയറിലായിരിക്കുമ്പോൾ ഇങ്ങനെ ഈ എക്സ്റ്റേണൽ ബ്രീത്ത് ഇല്ല, കുട്ടി ഇങ്ങനെ ശ്വസിക്കുന്നില്ല, കാരണം അവിടെ ഫ്ലൂയിഡിലാണല്ലോ കിടക്കുന്നത്, ഈ ബ്രീത്ത് ഇല്ല. പക്ഷെ ജീവൻ നിലനിൽക്കണമെങ്കിൽ ഓക്സിജൻ എത്തും വേണം. അപ്പൊ ആ ഓക്സിജൻ ഏതേ വരുന്നത് നാഭിയിലൂടെയാണ്. ഇതാണ് ശരിക്കും നമ്മളുടെ യഥാർത്ഥ കേന്ദ്രം എന്ന് പറയുന്നത്, നാഭിയാണ്. അമ്മയുടെ വയറിൽ നിന്ന് പുറത്തു വരുന്ന ആ നിമിഷം എന്ത് സംഭവിക്കുന്നത്? ഇത് കട്ട് ചെയ്തു, ഇവിടെ കട്ട് ചെയ്തു ഇല്ല, പിന്നെ പ്ലാസന്റെ മുറിച്ചെടുത്ത് അവിടെ കട്ടായി. എന്താ പറയാ, പൊക്കിൾക്കൊടി മുറിച്ചു, അപ്പൊ അത് പോയി. അപ്പോ ആ കേന്ദ്രം പിന്നെ അവിടെ പ്രസക്തല്ല. ഉടനെ ഈ ബ്രീത്ത് തുടങ്ങി. നമ്മുടെ വയറിൽ നിന്ന് പുറത്തു വന്നിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ് ഇതാണ്, ഈ ബ്രീത്തിങ് തുടങ്ങുന്നത്, എക്സ്റ്റേണൽ ആണുള്ള. അപ്പോ ഇവിടെ ഇത് തുടങ്ങിയെങ്കിലും കുട്ടി ശ്വസിക്കുന്നത് കണ്ടിട്ടില്ലേ, ഇങ്ങനെ വയറിലേക്കാണ്, അവിടെ ചെസ്റ്റിലല്ല, വയറിലേക്കാണ്. കുട്ടികൾ അതാണ് ഒരു 2-3 വയസ്സ് വരെ അങ്ങനെയാണ് വരിക. അപ്പോ എന്നുവെച്ചാല് ഇങ്ങോട്ടുള്ള ഷിഫ്റ്റിങ് ക്രമേണ നടക്കുന്നേ ഉള്ളൂ. അപ്പൊ ഈ ഭാഗം ഇങ്ങോട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നെർവസ് സിസ്റ്റം മുഴുവൻ പിന്നെ കേന്ദ്രീകരിക്കുന്ന ഇവിടെയാണ്. തലച്ചോറ് എന്ന് പറഞ്ഞാൽ മുഴുവൻ നെർവ്സ് ആണ്, കോടിക്കണക്കിന് നെർവ് സെൽസ് ആണ്. അപ്പൊ ഇങ്ങോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ്, തുഗ്ലക് പരിഷ്കാരം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ തലസ്ഥാനത്തിനെ കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് മാറ്റുകയാണ്. എല്ലാ ഫയലും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടേക്ക് മാറ്റി. അപ്പൊ എന്താ പറ്റിച്ചാല് ഇവിടെ പിന്നെ ഇനാക്റ്റീവ് ആയി വരികയാണ്. ഇവിടുത്തെ നാഡികള്, നാഭിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്രീകരിക്കപ്പെട്ട നാഡികള് താരതമ്യേന ഇനാക്റ്റീവ് ആണ്. ഫുള്ളായിട്ട് അങ്ങോട്ട് അടയല്ല, അതിന്റെ വാൽവുകളൊക്കെ കുറച്ചായിട്ട് ക്ലോസ് ആയി, ഇങ്ങോട്ടുള്ളത് തുറന്നു വന്നു. അപ്പൊ പിന്നെ നമ്മൾ പൂർണ്ണ വളർച്ചയെത്തി മനുഷ്യനായി വരുമ്പോഴേക്കും, നല്ല ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ കുട്ടിത്തം പോയി. 7 വയസ്സാകുമ്പോഴേക്കും ഇവിടേക്ക് കംപ്ലീറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു, മൈൻഡ് ഡെവലപ്പ് ചെയ്ത് വ്യക്തിത്വം രൂപപ്പെട്ട് തുടങ്ങാണ്. അപ്പൊ ഇവിടെ ക്ലോസ് ആയി വരും. കുട്ടിത്തം നഷ്ടപ്പെട്ടു. യോഗവിദ്യ എന്താ ചെയ്യുന്നത്? നമ്മളെ പ്രാണായാമം എല്ലാ ക്രിയകളും നോക്കിയാല് ഈ ഇങ്ങോട്ട് വീണ്ടും ശ്വാസത്തെ എത്തിക്കുകയാണ്. പ്രാണനെ നമ്മൾ ഡീപ്പ് ബ്രീത്ത് ആകുക. നമ്മൾ സാധാരണ എന്താ വെച്ചാൽ ഡീപ്പ് ബ്രീത്ത് ചെയ്യുന്നില്ല, ഈ ചെസ്റ്റിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമാണ് ബ്രീത്ത് നടക്കുക.
അപ്പൊ ശ്വാസത്തെ ആഴത്തിലെടുക്കുക, ആഴത്തിൽ നടത്തുക എന്നുള്ളതാണ് യോഗവിദ്യയുടെ പ്രാണായാമത്തിന്റെ ക്രിയയുടെ ഒരു ഫിസിക്കലായിട്ടുള്ള ലക്ഷ്യം. ഉം. അപ്പോൾ ആഴത്തിലുള്ള ശ്വാസം തുടങ്ങുമ്പോൾ ശ്വാസം ഇങ്ങോട്ടെത്തും, വയറിലേക്ക് എത്തി 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 വരിക. അതിനാണ് നമ്മൾ കുംഭകങ്ങളെ അനുഷ്ഠിക്കുന്നതും ബന്ധങ്ങള് മുദ്രകളൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. ഈ ഭാഗത്തെ വീണ്ടും റീഓപ്പൺ ചെയ്യാൻ. ഇവിടെ താരതമ്യേന അടഞ്ഞുപോയ ഈ വാൽവുകൾ, നാഡികളിലത്തെ ഈ ഊർജപ്രവാഹത്തെ വീണ്ടും തുറക്കുക, ഇങ്ങനെ ഇവിടെ ആക്റ്റീവ് ആവുക. അപ്പൊ നാഭി തുറക്കുക എന്ന് പറയും, ഇനി വയർ തുറക്കുക എന്ന് പറയും. കുറച്ചു കാലം പ്രാണായാമം പ്രാക്ടീസ് ചെയ്താൽ അറിയാം, ഇവിടത്തെ ആ കെട്ട്, നാഡികളുടെ ആ ഒരു കെട്ടുണ്ട്, അത് വിട്ടിട്ട് വയർ ഫ്രീ ആയ പോലെ ഓപ്പൺ ആവും. അപ്പോഴേ യോഗിയാവുന്നു. കുറച്ചുനാൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ പിന്നെ നമ്മുടെ സാധാരണ ബ്രീത്തും ഇവിടേക്ക് കൊണ്ട് ചെസ്റ്റ് കൊണ്ടുള്ള ബ്രീത്ത് പോയിട്ട് അബ്ഡോമൻ ബ്രീത്ത് ആവും. ടാൻഡൈൻ ബ്രീത്ത് എന്നൊക്കെ പറയും നമ്മള് തായ്ച്ചി അല്ലെങ്കിൽ ചൈനീസ് ഭാഷയില്. ടാൻഡൈൻ എന്ന് പറയും നാഭി. അപ്പൊ നാഭിയെ കേന്ദ്രീകരിച്ചിട്ടാണ് എല്ലാ യോഗവിദ്യയും ഇങ്ങോട്ട് പ്രാണൻ എത്തിക്കാൻ, ഇവിടത്തെ ഈ നാഡികളെ ഓപ്പൺ ചെയ്യാൻ. അപ്പൊ ഇത് നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്ന യോഗികളിൽ ചെറിയ രീതിയിൽ കുംഭയൊക്കെ ഉണ്ടാവും. അതിപ്പോ ഈ 18 സിദ്ധന്മാരുടെയൊക്കെ ചിത്രങ്ങൾ കണ്ടിട്ടില്ലേ? എല്ലാവർക്കും ചെറിയൊരു കുംഭം ഉണ്ടാവും. അതുപോലെ നമ്മളുടെ സിദ്ധ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സിദ്ധ ട്രഡീഷനിലൊക്കെ ഉള്ള ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞാല് അവരിങ്ങനെ കട്ട പിടിച്ച 6 പാക്ക് മസിലുള്ളതായിട്ട് നടക്കുന്ന ആളുകളല്ലല്ലോ. പക്ഷെ അവര് ഇവിടെ തുറന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അവർക്കൊക്കെ ചെറിയ കുംഭ കാണും. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തരുമ്പോൾ അത് വരും. കാരണം ആളുകളെ പോലെ അമിതമായി ഭക്ഷിച്ചിട്ടുണ്ടായ കുംഭയല്ല, പ്രാണൻ അവിടെ എത്തിയിട്ടുണ്ടായ കുംഭയാണ്. മനസ്സിലായോ? മഹാത്മദർ ബാബാജിയുടെ കാര്യത്തില് ഊർജതലത്തിൽ അദ്ദേഹത്തിന്റെ നാഭി തുറന്ന ആളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സിദ്ധികളൊന്നും ഉണ്ടാവില്ല. ഫിസിക്കലി അവിടെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ അങ്ങനെ കുംഭയൊന്നും കണ്ടിട്ടില്ല. അത് എന്താണെന്ന് എനിക്ക് വിശദീകരിക്കാൻ കഴിയില്ല. അല്ല 6 പാക്ക് അല്ലെങ്കിലും അദ്ദേഹം അങ്ങനെ കൃഷഗാത്രമാണ്, നല്ല മെലിഞ്ഞ ശരീരമാണ്. വയറൊന്നും അധികം കണ്ടിട്ടില്ല. പിന്നെ അത് എന്താ അവിടെ സംഭവിക്കണമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ നാഭി തുറന്നത് തന്നെയാണ്. അസ്തിത്വത്തിന്റെ ആ കേന്ദ്രം തിരിച്ചു പിടിച്ച ആളുകളാണ് യോഗികൾ. അത് തിരിച്ചു കിട്ടിയ ആൾ തന്നെ. ഒരുപക്ഷെ യോഗം ഉണ്ടെങ്കിൽ നമുക്കും കാണാൻ പറ്റുമായിരിക്കും. നമുക്കും അതിനുള്ള യോഗം ഉണ്ടെങ്കിൽ നമുക്കും അദ്ദേഹത്തെ കാണാൻ പറ്റുമായിരിക്കും. അപ്പൊ നമുക്ക് പറയാതെ എനിക്ക് ഒരുപാട് പേരെ അറിയാം ചേട്ടാ, ഒരുപാട് പേരെ അറിയാം. അവര് സ്ഥിരമായിട്ട് ബാബാജിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ഓൺ എ ഡെയിലി ബേസിസ് ഞാൻ സംസാരിക്കുന്നവരുണ്ട്. അതൊക്കെ ഭയങ്കര വലിയ അത്ഭുതങ്ങളാണ്. അവരുടെ എല്ലാവരുടെയും സങ്കല്പത്തിൽ അല്ലെങ്കിൽ അവർക്ക് കാണപ്പെടുന്നത് അതേ രൂപത്തിൽ തന്നെയാണ് അല്ലേ? ചിലര് ലൈറ്റ് ബോഡി, ലൈറ്റ് ആയിട്ടാണ് കാണുന്നത്. പലരും പല രൂപങ്ങളായിട്ടാണ്. അത് ഈ ലൈറ്റ് ബോഡി ആയതുകൊണ്ടാണ് അവർക്ക് ഒരു സ്പെസിഫിക് രൂപം പറയാൻ പറ്റാത്തത്. ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ, അവര് ബാബാജി കേവിലൊക്കെ വരുമ്പോൾ ഒരു സന്യാസിയായിട്ട് വന്ന് അവരെ ഗൈഡ് ചെയ്ത് പോകുന്നു, അങ്ങനെയൊക്കെ. അവരൊക്കെ ടോട്ടലി ഡിഫറെന്റ് ഒരു മനുഷ്യ ശരീരം, എങ്ങനെയാ ഒരു മനുഷ്യ സന്യാസി പോലെയാണ്. അങ്ങനത്തെ ഒരു അനുഭവം ഇപ്പൊ ഇതില് ഇപ്പൊ പറഞ്ഞു വരുമ്പോ എന്താ വെച്ചാല്, ഇപ്പൊ എല്ലാവരും ബാബാജിയെ കണ്ട ആളുകളാണ് കൂടുതൽ, അല്ലെങ്കിൽ കണ്ടുവന്ന് ആകാശപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട്. കാരണം ബാബാജിക്ക് നല്ല ഇപ്പൊ മാർക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് പല ആളുകളും തെറ്റിദ്ധരിക്കപ്പെടുന്നെങ്കിലും ഉണ്ട്. എന്നുവെച്ചാല് എവിടെയെങ്കിലും ഈ വിജനതകളിൽ വെച്ചിട്ട് ഏതൊരാളെ കണ്ടാലും അത് ബാബാജിയാണ് എന്ന് ആരോപിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അല്ലെങ്കിൽ ബാബാജിയായിട്ട് കണക്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ബാബാജിയുടെ ആ ഒരു വാല്യൂവിനെ നമ്മള് സ്വയം ഏറ്റെടുക്കുന്ന അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. എന്തായാലും ഇതിൽ എത്രത്തോളം സത്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയുകയ്യ. പക്ഷേ ഈ മിസ്റ്റിക്കലായിട്ടുള്ള ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു അനുഭവം എനിക്കുണ്ട്. പക്ഷെ അത് ബാബാജിയാണോ അല്ലേന്ന് നമുക്ക് പറയാം. ഞാൻ ബാബാജി അതിന് മുമ്പ് കണ്ടിട്ടുമില്ല, അതിന് ശേഷവും കണ്ടിട്ടില്ല. അവര് അത് ബാബാജിയാണോ എന്ന് ചോദിച്ചാല്
ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷെ ഞാൻ ചിത്രത്തിൽ കാണുന്ന രൂപത്തിലല്ല കണ്ടിരിക്കണേ. അല്ല. ഞാൻ എവിടെ ഒരിക്കൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടോ സംശയം. ഞാൻ ഈ യോഗവിദ്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പക്ക ഒരു നല്ല രസകരമായിട്ടുള്ള അനുഭവം ആയതുകൊണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും അത് ഷെയർ ചെയ്യാം കേട്ടോ. അതായത് യോഗവിദ്യയിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ പക്ക രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കുക. ആദ്യത്തെ ഒരു ഇൻസിഡന്റ്. അങ്ങനെ ഞാന് ഒറ്റപ്പാലം ടൗണിലാണ്. ഒറ്റപ്പാലം ടൗണിൽ ഞാൻ ഇങ്ങനെ പാട്ടപ്പിരിവ് എന്ന് പറഞ്ഞു. ടൗണിൽ ഇങ്ങനെ ചെറുപ്പാണ്, അന്ന് 10, 18, 20 വയസ്സിന്റെ ആ സമയത്ത് എന്താ പറ്റിയാണ്. അപ്പൊ ടൗണിൽ ഇങ്ങനെ പാട്ട കുലിക്കിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടും, ₹1, ₹2, അല്ലെങ്കിൽ അന്നൊക്കെ അത് ആണ് 86, 87 കാലഘട്ടത്തിലാണ്. അപ്പൊ അത് വലിയ സംഖ്യയാണ്. ഒരു ₹5 ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ അത് വലിയ സംഖ്യയാണ്. അങ്ങനെ പിരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് അന്നൊക്കെ എന്താ വെച്ചാല് റോഡിൽ നിറയെ ആളുകളുണ്ടാവും. ഇന്നത്തെ പോലെ സ്വന്തമായിട്ട് വണ്ടികളും കാറുകളും അങ്ങനെ ഇല്ലല്ലോ ആളുകൾക്ക്. അപ്പൊ എല്ലാവരും കോമൺ ട്രാഫിക്, ബസ്സും ട്രെയിനും ഒക്കെ ആശ്രയിക്കുന്നു. റോഡിൽ നിറയെ ആളുണ്ട്. ഇത് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിന്റെ മുന്നിലാണ് ഞങ്ങള്. അങ്ങനെ ആളുകൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സന്യാസി അവിടെ നിന്ന് ഇങ്ങനെ നടന്നു. ചെറുപ്പക്കാരനാണ്, നല്ല ഓറഞ്ച് കളറ് ജുബ്ബ, അതേപോലത്തെ ഒരു മുണ്ട്. അങ്ങനെ അത് ദൂരത്തിനെ കാണും, ഈ തീനാളത്തിന്റെ നിറാണ്. പിന്നെ അദ്ദേഹവും സുമുഖനാണ്, ചെറിയ ചുരുണ്ട മുടിയാണ്, സുമുഖനാണ്, കൃഷഗാത്രനാണ്. അതായത് വലിയ തടിയും ഇല്ല, ഒത്ത ഉയരവും പാകത്തിനുള്ള ഉയരം, നല്ല വെളുത്ത്, നല്ല ഷാർപ്പായിട്ടുള്ള നോസ്. ശരിക്കും യോഗിയുടെ ഒരു അദ്ദേഹം ഇങ്ങനെ നടന്നു വരികയാണ്. ഉടനെ എന്റെ ഈഗോ അടങ്ങി, പുച്ഛം. നമുക്ക് ഈ ഇവരോട് എല്ലാ സന്യാസിമാരോടും പുച്ഛാണല്ലോ, കണ്ടോ. നമ്മളൊക്കെ എന്തൊരു മഹത്തായ ജീവിതമാണ് നോക്കൂ. നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മളെ ജീവിതമൊക്കെ കളഞ്ഞത് അങ്ങനെ പിരിച്ച് രാഷ്ട്രീയം പ്രവർത്തിക്കും. നിങ്ങൾ കണ്ടില്ലേ, ഡ്രസ്സ് ഇട്ടിട്ട് വേഷം കെട്ടിയിട്ട് കണ്ണടച്ചിരുന്നിട്ട് ഈ സമൂഹത്തിന്റെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് ജീവിക്കും. അതൊന്നല്ല ജീവിതം, ഇതാണ് വേണ്ടത് എന്നുള്ള ഭാവത്തിലാണ് നമ്മൾ പോയിട്ട്. അപ്പൊ അങ്ങേരിൽ നിന്ന് പൈസ പിരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പൊട്ടത്തരം, ഈഗോ അല്ല. ഇതൊന്നും നമ്മുടെ ഉള്ളിൽ എന്ത് തോട്ടം ഉണ്ടാവുന്നതും നമ്മളുടെ കാരണമല്ലല്ലോ, അത് നിയോഗമാണ്, ഈ പ്രകൃതി ഉണ്ടാക്കിയതാണ്. അപ്പൊ ഞാന് അദ്ദേഹത്തിന്റെ മുന്നിൽ പോയിട്ട് ഈ ബോക്സ് ഇങ്ങനെ കാണിച്ചു. അപ്പൊ എന്റെ ഉള്ളിലുള്ള അഹങ്കാരം ഇതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ. അദ്ദേഹം ഒന്നും ചെയ്തില്ല കേട്ടോ. ഞാൻ ചെറിയ കുട്ടിയല്ലേ, അത്രയൊക്കെ ഉള്ളൂ, പൊതുവെ ഉയരം കുറവാണ്. അദ്ദേഹം എന്നെ ഒന്നിങ്ങനെ നോക്കിയ സമയത്ത് നമ്മള് രണ്ട് തിളങ്ങുന്ന കണ്ണുകളാണ്, ഉള്ളിലേക്ക് ഇങ്ങനെ അഗാധമായ കണ്ണ്, രണ്ട് കനൽക്കട്ടകൾ കണ്ണ്. ആ കണ്ണുകൾ എന്ന് പറഞ്ഞാല് സമുദ്ര സമാനമായ ആഴാണ്. അതിന്റെ ആഴം കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. നമ്മള് ഈ ഒരു പാമ്പിന്റെയൊക്കെ മുന്നിൽ പെട്ടെന്ന് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇതാവില്ല, അതുപോലെ സ്ട്രക്കായി. അദ്ദേഹത്തിന്റെ ആ നോട്ടം നേരെ നമ്മളുടെ ഉള്ളിൽ എവിടെയോ വന്നിട്ട് ഒറ്റ ഹിറ്റാണ്. നമ്മൾ തകർന്നു കഴിഞ്ഞു കംപ്ലീറ്റ്. നമ്മളുടെ കോറിൽ വന്നിട്ട് ഒരടി. അങ്ങനെ സ്ട്രക്കായി ഒരു 10 സെക്കൻഡ് ഇങ്ങനെ നോക്കി. അപ്പൊ ആളുകൾ മുഴുവൻ, ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കുകയാണ്. കാരണം അദ്ദേഹം വരുന്നത് കണ്ടാൽ തന്നെ കൗതുകത്തോടെ എല്ലാവരും നോക്കും, കടകളിൽ നിന്നുള്ള ആളുകളൊക്കെ നോക്കുകയാണ്. പിന്നെ ഇനി എന്താണ് സംഭവിക്കാൻ പോണെന്നുള്ളത് എല്ലാവരും കൗതുകത്തോടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ എന്റെ കണ്ണിലേക്ക് നോക്കി. ആ കണ്ണിലല്ല കൊള്ളുന്നത്, എന്റെ ആന്തരാളങ്ങളിൽ എവിടെയോ ചെന്നിട്ടാണ് ഹിറ്റ് ചെയ്തത്. അങ്ങനെ ഞാനിങ്ങനെ സ്ട്രക്കായി. അദ്ദേഹം കൂളായിട്ട് നടന്നു പോയി. ചോദ്യമില്ല, ഉത്തരവില്ല. ഭാഗ്യമുണ്ടെങ്കിൽ ആ കണ്ണ് ഇനിയും കാണും. അല്ല, പലരും കണ്ടു കഴിഞ്ഞു. അദ്ദേഹം എന്റെ പരിവർത്തനം എന്നുള്ളതിന്റെ ആ വിത്ത് അദ്ദേഹം ഇട്ട് കഴിഞ്ഞു. ഇത് പോയി കഴിഞ്ഞിട്ട് പിന്നീട് എന്റെ ഉള്ളിൽ ആ വിത്ത് ഉണ്ടല്ലോ. അപ്പോ നീ വിശ്വസിക്കുന്നതും ഇതും അല്ല, ഈ പറയുന്നതും ഈ പഠിച്ചതൊന്നും അല്ല,
എന്തുണ്ട്? കാരണം ഒരു മനുഷ്യന്റെ കണ്ണുകൾ ഇങ്ങനെ ഈ അഗാധമായ ഈ തിളക്കവും ഈ അഗാധതയും എങ്ങനെ വന്നു? ഈ ഒരു ചോദ്യമായിട്ട് എൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഹിപ്നോട്ടൈസ്ഡ് ആയിപ്പോയി അദ്ദേഹത്തിന്റെ മുന്നിൽ? ഒന്നും പറയാതെ എന്തൊക്കെയോ എൻ്റെ ഉള്ളിൽ വിതച്ചിട്ട് പോയി. ഈ ചോദ്യം നമ്മൾ ഉള്ളിൽ ആവർത്തിച്ചതുകൊണ്ടാണ് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചത്. അപ്പൊ എന്തോ ഇനിയും അറിയാനുണ്ട്. നിങ്ങൾ മണ്ടത്തരം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതല്ല യാഥാർത്ഥ്യം. പഠിക്ക് മണ്ട, നീ പോയിട്ട് അന്വേഷിക്ക് എന്ന് അദ്ദേഹം എന്നെ ആ ഒറ്റ നോട്ടത്തിലൂടെ തിരിച്ചുവിട്ടു. അതായത് 180 ഡിഗ്രി ഇങ്ങോട്ട് കറങ്ങി എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് തിരിച്ച് നിൽക്കുന്ന ആളെ നേരെ ഇങ്ങോട്ട് തിരിച്ച് നിർത്തി. അന്ന് തുടങ്ങിയ അന്വേഷണമാണ്. അപ്പൊ പിന്നീടാണ് നമ്മൾ ഓരോ ഇതിന്റെ ആഴങ്ങളിലേക്ക് പോയിട്ട്. പക്ഷെ ഒരുപക്ഷെ അത് എന്റെ ഫിസിക്കൽ ബോഡിയിൽ വന്ന ഏതെങ്കിലും ഒരു സൂക്ഷ്മ ലോകത്തുനിന്ന് വന്ന ആളായിരിക്കാം. എന്നിലേക്ക് ഈ പരിവർത്തനം ഉണ്ടാക്കാൻ നിയോഗിക്കപ്പെട്ട ഏതോ ലോകത്തുനിന്ന് വന്ന ഒരു ഗുരു ആയിരിക്കാം. അത് ചേട്ടൻ ഒരു ദർശന ദീക്ഷ കിട്ടിയതാണ്. അതാണ് സംഭവം. അതാണ് അത് പിന്നെ ബാബാജി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ, അത് ആര് എന്നുള്ളതിൽ പ്രസക്തി ഇല്ല. പക്ഷെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു അനുഭവം നമ്മളെ അടിമുടി മാറ്റി തീർത്ത, ഇന്നിപ്പോ നമ്മൾ എന്താണോ യോഗവിദ്യയുടെ ഈ കാര്യങ്ങൾ ഇത് നമ്മൾ എത്ര മനസ്സിലാക്കി, നമ്മൾ എത്ര അറ്റൈൻ ചെയ്തു, ഇതിനൊക്കെ കാരണമായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആ ഒറ്റ നോട്ടാണ്. അപ്പോ അതൊരു ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി ഒരുക്കിയ ഒരു നമ്മളുടെ സാധ്യത തുറന്നിട്ട് തന്ന ഒരു സാന്നിധ്യം തന്നെയാണ്. അത്ഭുതമാണ് അത് അനുഭവം. ഞാൻ ഒരിക്കലും അത് മറക്കാൻ പോകുന്നില്ല. എന്റെ ഗുരു അദ്ദേഹമാണ്. അത് ദീക്ഷയാണ്. ദീക്ഷ അതോടെ കഴിച്ചു. പിന്നെ നമ്മൾ കണ്ടെത്തി എന്നൊക്കെ പറയുന്ന കാര്യമുണ്ടല്ലോ, ഇതൊന്നും നമ്മൾ കണ്ടെത്തിയതല്ല. ഇത് നമ്മളിലേക്ക് അദ്ദേഹം ഓരോ സമയത്ത് ഇങ്ങനെ തരുന്ന വിജ്ഞാനമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. കണക്ഷൻ. നമസ്കാരം. സന്തോഷം.